ഞാൻ റബിയ ഫിർദോസ്. ഞാൻ നിങ്ങളുടെ MA എക്കണോമിക്സിലെ ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന സബ്ജക്റ്റാണ് എടുക്കുന്നത്. ഇതൊരു ഇലക്റ്റീവ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിലൂടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെഷനിലോട്ട് പോയേക്കാം. നമ്മുടെ കോഡാണ് ഇവിടെ തന്നിട്ടുള്ള MGSE009 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് കോഡാണ്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്ജക്റ്റിന്റെ പേരാണ് ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ വേജ് ഗ്യാപ്പ്, അതുപോലെ തന്നെ ഒക്യുപേഷണൽ സെഗ്രിഗേഷൻ, ഡിസ്ക്രിമിനേഷൻ, ഇനീക്വാളിറ്റി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു പേപ്പറിൽ നമ്മൾ 3 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ ബ്ലോക്കുകളിലുമായിട്ട് 13ഓളം യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കാണ് ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്. അതിൽ 3 യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് 1 നമുക്ക് നോക്കി നോക്കാം, ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്. യൂണിറ്റ് 1 ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്. അതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് ചേഞ്ചിങ് ജെൻഡർ കമ്പോസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഏർലി ടൈംസിൽ നമ്മുടെ സൊസൈറ്റികളിൽ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെന്റ് വുമൻ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ അവയർനെസ്, ഗവൺമെന്റ് പോളിസീസ്, ഇതൊക്കെ കാരണമാണ് വുമൻ ജോലിയിലോട്ട് കൂടുതൽ എൻട്രി ചെയ്യുന്നത് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മെൻ പാർട്ടിസിപ്പേഷനേക്കാൾ കൂടുതൽ വുമൻ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ഇന്ത്യയിൽ മെൻ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. വുമൻ പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും കുറവാണ്. പിന്നെ വരുന്ന ഒരു പോയിന്റ് ആണ് ജെൻഡേർഡ് സെഗ്രിഗേഷൻ ഓഫ് വർക്ക്. ജെൻഡേർഡ് സെഗ്രിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെൻഡറിന്റെ ബേസിൽ നമ്മുടെ വർക്കുകൾ കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് ഇന്ന ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പുരുഷന്മാർക്ക് ഇന്ന ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ് അത് ജെൻഡറിനെ ബേസ് ചെയ്ത് കണ്ടിട്ട്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ പോലുള്ള വർക്കുകൾ മെന്നിന് മാത്രം ചെയ്യാൻ പറ്റുക, അതുപോലെ ചൈൽഡ് കെയർ, ഹോം കെയർ, നഴ്സിംഗ്, ഇങ്ങനെയുള്ള ജോലികൾ സ്ത്രീകൾക്ക് ഉള്ളതാണെന്നുള്ള ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഇനീക്വാളിറ്റീസ് പറയുന്നത്. എന്തിലൊക്കെ? വേജിലുള്ള ഇനീക്വാളിറ്റി, അവരുടെ ട്രീറ്റ്മെന്റിലുള്ള ഇനീക്വാളിറ്റി, അതുപോലെ പ്രൊമോഷൻ, പുരുഷന്മാർക്കാണെങ്കിൽ ഹൈ സ്റ്റാറ്റസ്, ഹൈ പെയ്ഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നൽകുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് വുമൻ ആൻഡ് വർക്ക് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ വുമൻ വർക്കുകൾ, അതുപോലെ റീഡിഫൈൻ വർക്കിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് അൺപെയ്ഡ് വർക്ക്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിറ്റ് വൈസ് പഠിക്കുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ യൂണിറ്റ് ആണ് വാല്യുവേഷൻ ഓഫ് വുമൻസ് വർക്ക്. ഇത് അത്യാവശ്യം ടോപ്പിക്കൽ ഈ ഒരു ഇതിൽ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, കൺസെപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് വുമൻസ് വർക്ക്, പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് വർക്ക്. അതായത് ഇവിടെ വുമൻ വർക്കിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പെയ്ഡ് വർക്ക്, അൺപെയ്ഡ് വർക്ക്. അതിൽ പെയ്ഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി അല്ലെങ്കിൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന വർക്കിനെയാണ് പെയ്ഡ് വർക്ക് എന്ന് പറയുന്നത്. അൺപെയ്ഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടാത്ത വർക്കുകളെയാണ് അൺപെയ്ഡ് വർക്ക് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് വാല്യുവേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് വർക്ക്. ഇതും അതുപോലെ തന്നെയാണ്. പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ അൺപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടാത്ത വർക്കുകളാണ്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോ ഹോം കെയർ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത്, ഇതൊക്കെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കിലാണ് ഉൾപ്പെടുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ വർക്ക്. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിസിബിൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അതെന്തായിട്ടുണ്ടാവും, രജിസ്റ്റർ ചെയ്യപ്പെട്ട വർക്കുകളെയാണ് വിസിബിൾ വർക്ക് എന്ന് പറയുന്നത്. ഇൻവിസിബിൾ വർക്ക് എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു വീട്ടിലുള്ള ക്ലീനിങ്, കുക്കിംഗ്, ഇതൊക്കെ ഇൻവിസിബിൾ വർക്കാണ്. ഓക്കെ, പിന്നെ വരുന്ന പോയിന്റ് ആണ് ജെൻഡർ റോൾസ്. ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി തന്നെ ജെൻഡർ റോൾസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഹോം കെയർ, ചൈൽഡ് കെയർ ഒക്കെ വിമൻസിനുള്ളതും, അതുപോലെ തന്നെ വീട്ടിലെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആര് നോക്കുക, പുരുഷന്മാര് നോക്കുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റി എന്ത് തന്നെ ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു പോയിന്റ് ആണ് അണ്ടർ എന്യൂമറേഷൻ ഓഫ് വുമൻസ് വർക്ക് ഇൻ ദ ഇന്ത്യൻ ഡാറ്റ കളക്ഷൻ സിസ്റ്റം. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ NSSO, അതുപോലെ തന്നെ സെൻസസ് പോലെയുള്ള ഡാറ്റ സിസ്റ്റം കളക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അൺപെയ്ഡ് വർക്കിനെ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ വരുന്ന ഒരു പോയിന്റ് ആണ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എ വുമൻസ് വർക്ക്. പിന്നെ റീസൺസ് ഫോർ അണ്ടർ എന്യൂമറേഷൻ, അണ്ടർ വയലേഷൻ, അതിനുള്ള റീസൺസ് പറയുന്നുണ്ട്. ലോ അസറ്റ് ബേസ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് വർക്ക് പറയുന്നുണ്ട്. സബ്സിഡറി പ്രൊഡക്റ്റീവ് വർക്ക് പറയുന്നുണ്ട്. വൈ വിസിബിലിറ്റി സോ ഇമ്പോർട്ടൻറ്റ്, സം റീസൺസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവിസിബിലിറ്റി, അതുപോലെ ഇക്കണോമിക്കൽ പ്രൊഡക്റ്റീവ് ആൻഡ് സോഷ്യലി പ്രൊഡക്റ്റീവ് വർക്ക്,
economic status, private property and participation of women in pre-industrial and industrial societies. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയുന്നതാണ് തിയറീസ് ഓഫ് വുമൺ ആൻഡ് വർക്ക്. വുമൺ ആൻഡ് വർക്കിനെ കുറിച്ചുള്ള തിയറീസ് കുറച്ചുണ്ട്, അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പാട്രിയാർക്കി ആൻഡ് മെയിൽ ഡൊമിനൻസ്. അത് ഗോൾഡ് ബർക്കിന്റെയാണ്. അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ആദ്യം എന്തായിരുന്നു, നമ്മൾ പറഞ്ഞല്ലോ മെയിൽ ഡൊമിനേറ്റഡ് ആയിരുന്നു. അതായത് പവർ ആണെങ്കിലും ജോബ് ആണെങ്കിലും എല്ലാതും മെയിൽ സെന്റേഡ് ആയിട്ടായിരുന്നു. അപ്പൊ ആ ഒരു തിയറിനെയാണ് നമ്മൾ എന്താ പറയാ പാട്രിയാർക്കി ആൻഡ് മെയിൽ ഡൊമിനൻസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു തിയറിയാണ് പാട്രിയാർക്കി, മെയിൽ ഓർഗനൈസേഷൻ ആൻഡ് ജോബ് സെഗ്രിഗേഷൻ, ഹാർട്ട്മാന്റെ. ദെൻ പിന്നുള്ളതാണ് റാഷണൽ ചോയ്സസ് വിത്തിൻ ഫാമിലീസ്, ബെക്കർ. പ്രിഫറൻസ് തിയറി പഠിക്കുന്നുണ്ട്, ഫെമിനിസ്റ്റ് ഡിബേറ്റ്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് പഠിക്കുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ഓഫ് വുമൻ, എംപ്ലോയ്മെന്റ് ഓഫ് പ്രൊഫൈൽ ഇൻ ദ പബ്ലിക് സെക്ടർ, ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൻ വർക്കേഴ്സ് ഇൻ ഇന്ത്യ, വുമൻസ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഇൻകം, നാഷണൽ ഇൻകത്തിലേക്കുള്ള വുമന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ യൂണിറ്റ് 2 പഠിക്കുന്നത്. ഓക്കെ, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വരുന്നത് യൂണിറ്റ് 3. അതിന്റെ നെയിം ആണ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ ഇൻ പ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡസ്ട്രിക്ക് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ സൊസൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിക്ക് മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ എന്തായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്, അഗ്രികൾച്ചർ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മെൻ എന്തായിരുന്നു ചെയ്യുന്നത്, ഔട്ട്ഡോർ വർക്ക്സും, വിമണ് അതായത് ഹോം ടാസ്കുകളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ മോഡേൺ പാസ്റ്ററൽ സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് ആനിമൽ റിയറിങ്, ഹെറിഡിങ് ഒക്കെ. അതായത് പുരുഷന്മാർ കന്നുകാലികൾ മേയ്ക്കാൻ പോകും, സ്ത്രീകൾ അതേസമയം മിൽക്ക് പ്രോസസ്സിങ് അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതായത് ഇൻഡസ്ട്രി വന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം എന്ത് വന്നു, ഇൻഡസ്ട്രി വന്നു. ആ സമയം എന്ത് ചെയ്തു, എക്യുപ്മെന്റ്സ് വന്നു, മെഷീനറീസ് വന്നു, ടെക്നോളജി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും അഗ്രികൾച്ചറിൽ നിന്നും എങ്ങോട്ട് വന്നു, ഫാക്ടറി ബേസ്ഡ് ജോബ്സിലേക്ക് വന്നു ആളുകൾ. പിന്നെ അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ശേഷമുള്ള ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്താൽ കൂടുതലായിട്ടും IT, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള ജോലികളാണ് കൂടുതലായിട്ടും ഏർപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 2 നോക്കിയാൽ നമ്മൾ പറഞ്ഞ 3 ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ബ്ലോക്ക് 2 കുറച്ച് യൂണിറ്റ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് 2 വരുന്ന യൂണിറ്റ് നോക്കി നോക്കാം. യൂണിറ്റ് 4 വുമൺ ഇൻ കെയർ ഇക്കോണമി സ്ട്രക്ചർ. അപ്പൊ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞുതരാം. കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ പീപ്പിളിനെ കെയർ ചെയ്യുന്ന എല്ലാ പെയ്ഡ് വർക്കുകളും അതുപോലെ തന്നെ അൺപെയ്ഡ് വർക്കും കെയർ ഇക്കോണമിയിൽ ഇൻക്ലൂഡ് ആവും. അതായത് ഇപ്പോ ഹൗസ് മെയ്ഡ്സ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഇതൊക്കെ എന്താണ്, ഇൻഫോർമൽ വർക്കുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫോർമൽ വർക്കുകളാണ് കെയർ ഇക്കോണമിയിൽ, അതായത് പെയ്ഡും ഉൾപ്പെടും അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കുകളും ഉൾപ്പെടും. അൺപെയ്ഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രജിസ്റ്റർ ചെയ്യാത്ത വർക്കുകൾ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ അങ്ങനത്തെ വർക്കുകളൊക്കെ ഈ ഒരു കെയർ ഇക്കോണമിയിൽ ഉൾപ്പെടും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയാ, കെയർ ഇക്കോണമി എന്ന് പറയാം. അതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് വുമൺ ഇൻ ദ ഹൗസ് ഹോൾഡ്, ജെൻഡർ ആൻഡ് ഡൊമസ്റ്റിക് വർക്ക്, ഇൻട്രൊഡക്ഷൻ ടു കെയർ ഇക്കോണമി, ജെൻഡർ ഇൻ കെയർ ഇക്കോണമി, റോൾസ് ഓഫ് കെയർ ഇക്കോണമി, നാഷണൽ ഇക്കോണമി, ടേംസ് യൂസ്ഡ് ഇൻ കെയർ ഇക്കോണമി. പിന്നെ വരുന്നതാണ് യൂണിറ്റ് 5 വിമൻ ഇൻ ഷാഡോ എംപ്ലോയ്മെന്റ്. ഓക്കെ, ഇതിൽ നമുക്ക് ഷാഡോ എംപ്ലോയ്മെന്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഷാഡോ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ രജിസ്റ്റർ ചെയ്യാത്ത, അതുപോലെ തന്നെ നമ്മൾ ടാക്സ് പേ ചെയ്യാത്ത, അതുപോലെ തന്നെ റെക്കോർഡിലൊന്നും ഇല്ലാത്ത എംപ്ലോയ്മെന്റ്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള എന്താ പറയാ, ഇൻഫോർമൽ ആയിട്ടുള്ള വർക്കുകളെയാണ് നമ്മൾ എന്താ പറയാ ഷാഡോ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതെന്തായിരിക്കും, ഇക്കോണമിയിൽ എക്സിസ്റ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. അതിനൊരു എക്സാമ്പിൾ ആണ് സോറി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ പറഞ്ഞത് അത് എക്സാമ്പിൾ മാറിപ്പോയതാണ്. നമ്മൾ പറഞ്ഞല്ലോ കെയർ ഇക്കോണമി സ്ട്രക്ചർ പറഞ്ഞല്ലോ. കെയർ ഇക്കോണമിയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാലാണ് അതിലെല്ലാവർക്കും ഉൾപ്പെടുന്നു പറഞ്ഞു. അതിൽ വരുന്നതാണ് ചൈൽഡ് കെയർ, അതുപോലെ തന്നെ ഹോം കെയർ, നഴ്സിംഗ്, ടീച്ചിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കെയർ ഇക്കോണമിയുടെ എക്സാമ്പിൾ. അതേപോലെ ഷാഡോ എംപ്ലോയ്മെന്റ് എക്സാമ്പിൾ ആണ് എന്ത്, സ്ട്രീറ്റ് വെൻഡേഴ്സും അതുപോലെ തന്നെ ഹൗസ് മെയ്ഡ്സ് ഒക്കെ ഷാഡോ എംപ്ലോയ്മെന്റ് എക്സാമ്പിൾ ആണ്. കാരണം അവരെന്തായിരിക്കും, സൊസൈറ്റിയിൽ അവർ എക്സിസ്റ്റ് ആയിരിക്കും, പക്ഷെ അവരെന്തായിരിക്കും ഒഫീഷ്യൽ റെക്കോർഡ്സിലോ അവർ ടാക്സ് അടക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിനെയാണ് ഷാഡോ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് ഒറിജിൻസ് ഓഫ് ഷാഡോ എംപ്ലോയ്മെന്റ്, the incidence of shadow employment, the recent development in shadow employment, sustainable employment, public policy challenge of shadow employment, the concerns about the trend to shadow employment. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. യൂണിറ്റ് 6 നോക്കി നോക്കാം. യൂണിറ്റ് 6 സെർച്ച് തിയറീസ് ആണ് പറയുന്നത്. സെർച്ച് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അവരെങ്ങനെയാണ് വർക്ക് നോക്കുന്നതെന്നും അതുപോലെ തന്നെ ഫേംസ് എങ്ങനെയാണ് എംപ്ലോയേഴ്സിനെ നോക്കുന്നതെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ആണ് സെർച്ച് തിയറികളിൽ പറയുന്നത്. നോക്കാം അവിടുത്തെ പോയിന്റ്സ്. ഇംപ്ലിക്കേഷൻ ഓഫ് ദ സെർച്ച് മോഡൽ, ജോബ് സെർച്ച് ബൈ വർക്കേഴ്സ്, തിയറീസ് റിലേറ്റഡ് ടു ഏജ് എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 6 പഠിക്കുക.
ഈ യൂണിറ്റ് 7 നോക്കി നോക്കാം. ദ ഇൻഡിസ്പെൻസിബിലിറ്റി ഓഫ് വോയിസ് ഓർഗനൈസിംഗ് ഫോർ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ ദ ഇൻഫോർമൽ ഇക്കോണമി. നമുക്കറിയാം ഇൻഫോർമൽ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റോ ജോബ് സെക്യൂരിറ്റിയോ ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയാ ഇൻഫോർമൽ ഇക്കോണമി എന്ന് പറയാം. അപ്പൊ ഇൻഫോർമൽ ഇക്കോണമിയിൽ എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് അവരുടെ റൈറ്റ്സ് ആൻഡ് ഡിമാൻഡ്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വോയിസ് അവർ ഗ്രൂപ്പായി ചേർന്ന് നിന്നുകൊണ്ട് ഉണ്ടാവണം. അതെന്താണ് നെസസറി ആണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇത് ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുക. അപ്പൊ അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ജെൻഡർ ആൻഡ് കോർ ലേബർ സ്റ്റാൻഡേർഡ്സ്, പെർസ്പെക്ടീവ്സ് ഫ്രം ഇൻഫോർമൽ ഇക്കോണമി, വോയിസ് വിസിബിലിറ്റി ആൻഡ് കളക്റ്റീവ് ആക്ഷൻ ഇൻ ദ ഇൻഫോർമൽ ഇക്കോണമി, new unison and women workers in the export sector, examples from Latin America and Caribbean, examples from Asia, straddling struggle and development. അതിൽ 7 കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഹൈബ്രിഡ് മോഡലും പറയുന്നുണ്ട്. പിന്നെ മൊബിലൈസിംഗ് അറൌണ്ട് ദ റൈറ്റ് ടു ഷെൽട്ടർ, അർബൻ എക്സ്പീരിയൻസസ്, ഓർഗനൈസിംഗ് ദ ഡബ്ലി എക്സ്ക്ലൂഡഡ് ഇൻ ദ ഇൻഫോർമൽ ഇക്കോണമി, ഇൻഫോർമൽ വർക്കേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വേസ്റ്റ് പിക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഡബ്ലി എക്സ്ക്ലൂഡഡ് ഇൻ ദ ഇൻഫോർമൽ ഇക്കോണമി, മൈഗ്രന്റ് വർക്കേഴ്സ്, ട്രാൻസ്നാഷണൽ ആക്ടിവിറ്റി, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു യൂണിറ്റ് 7. നെക്സ്റ്റ് യൂണിറ്റ് 8 നോക്കി നോക്കാം. ടുവാർഡ്സ് എ ജനറേറ്റീവ് മോഡൽ ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ മേക്കിംഗ് ദ ലിങ്ക്സ് ടു ഡെവലപ്മെന്റ് പോളിസി. അപ്പൊ അവിടെ പറയുന്നത് ജനറേറ്റീവ് മോഡലാണ്. നമുക്കറിയാം ജനറേറ്റീവ് മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനറേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ടെമ്പററി ഹെൽപ്പ് അല്ല ആളുകൾക്ക് ചെയ്തുകൊണ്ട് കൊടുക്കുക, അത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ് ആളുകൾക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻഷുറൻസ്, അതുപോലെ തന്നെ പെൻഷൻ, വെൽഫെയർ, ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതിനേക്കാൾ ലോങ് ടേം ആയിട്ട് ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ജനറേറ്റീവ് മോഡൽ എന്ന് പറയുക. അതെന്ത് അതിൽ എംപവർമെന്റ് ഉൾപ്പെടുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ഉൾപ്പെടുന്നുണ്ട്, പ്രൊമോഷൻ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 8 വരുന്നത്. അതിന്റെ സബ് ടോപ്പിക്സ് നമ്മൾ താഴെ തന്നിട്ടുണ്ട്. Revisiting the rationale for a gendered approach to social protection, learning from experience, learning from bad experience, learning from good practice, the protection and promotion of livelihoods, learning from experience, promoting gender equity, social protection and development policy, the supply side of social provisioning and economic opportunity. Then the wider context of social protection, the limits of new social policy, rethink the role of the state in social provisioning, financing social protection, the question of affordability sources of finance for social protection towards a generative model of social protection. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് യൂണിറ്റ് 8 ഇനി നമുക്ക് ബ്ലോക്ക് 3, നമ്മൾ പറഞ്ഞ 3 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ ബ്ലോക്ക് 3 വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. യൂണിറ്റ് 9 ലേബർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ലേബർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞത് ലേബർ മാർക്കറ്റിനെ പല ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഓരോ ഗ്രൂപ്പിലും അവരുടെ ജോബ് സെക്യൂരിറ്റി, അവരുടെ സാലറി, അവരുടെ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വേരി ചെയ്തുകൊണ്ടിരിക്കും. അതെന്തിനനുസരിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കില്ല്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെ ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലും കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡുവൽ ലേബർ മാർക്കറ്റ് മോഡൽസ് പഠിക്കുന്നുണ്ട്, അനാലിസിസ് ഓഫ് മുംബൈ ലേബർ മാർക്കറ്റ്, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ ലേബർ മാർക്കറ്റ്, അതുപോലെ തിയറീസ് റിലേറ്റഡ് ടു ലേബർ മാർക്കറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് പോളിസി ടു ബ്രേക്ക് സെഗ്മെന്റേഷൻ, economic rationale for gender-based segmentation, disparity in work participation, sexual division of labor in the informal economy, concentration and segregation, women in the informal economy, gender-based segmentation. ഇതെല്ലാം നമ്മൾ യൂണിറ്റ് 9 നോക്കും. യൂണിറ്റ് 10 നോക്കാം, ജെൻഡർ ഡിഫറൻഷ്യൽ ഇമ്പാക്ട് ഓൺ ലേബർ മാർക്കറ്റ്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ വുമനും മെന്നിനും, അതായത് നമ്മുടെ ലേബർ മാർക്കറ്റിൽ വേറെ തന്നെ എക്സ്പീരിയൻസ് ആണുള്ളത്. രണ്ടുപേർക്കുള്ള എക്സ്പീരിയൻസ് എന്തല്ല, സെയിം അല്ല എന്നാണ് പറയുന്നത്. അതായത് സാലറിയിലാണെങ്കിലും പ്രൊമോഷനിലാണെങ്കിലും വേജിലാണെങ്കിലും എന്തിനും എന്താണ് ഡിഫറെന്റ് ആണ് വുമന്റെയും അതുപോലെ തന്നെ മെന്നിന്റെയും. നമുക്കറിയാം ഇപ്പൊ മെന്നിനാണെങ്കിൽ കൂടുതൽ ഹൈ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ ഹൈ പെയ്ഡ് വർക്കുകൾ ലഭിക്കുക, സ്ത്രീകൾക്കാണെങ്കിൽ ലോ പെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ലോ സാലറി ലഭിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡിഫറൻഷ്യൽ നമ്മൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ലേബർ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെൻഡർ ഇൻ ലേബർ മാർക്കറ്റ്, എക്കണോമിക് റിഫോം ആൻഡ് ജെൻഡർ ഡിഫറൻഷ്യൽ ഇമ്പാക്ട്, എ ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി ഫ്രം വുമൻ ഇൻ ഡെവലപ്മെന്റ് ടു ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ 12 critical areas of concern in the Beijing Platform Declaration and for Platform for Action. പിന്നെ the 3-pronged strategy പറയുന്നുണ്ട്. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, യുനെസ്കോ സ്പെഷ്യൽ പ്രൊജക്ട്സുകൾ പറയുന്നുണ്ട്. പിന്നെ കോസസ് ഓഫ് റേസ് ആൻഡ് ജെൻഡർ ഒപ്രഷൻ, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഓൺ മെയിൽ ആൻഡ് ഫീമെയിൽ ഇന്റർനാഷണൽ മൈഗ്രേഷൻ, എൻഹാൻസിംഗ് ജെൻഡർ ക്വാളിറ്റി, ഇക്വിറ്റി ആൻഡ് എംപവർമെന്റ് ഓഫ് വുമൻ, പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി,
ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് GDI ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യും. ദെൻ യൂണിറ്റ് 11 വേജ് ഡിഫറൻഷ്യൽസ്, അതായത് ഓരോ ആളുകൾക്കുള്ള വേജും എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസിനെയും അവരുടെ സ്കില്ല് അവരുടെ ക്വാളിഫിക്കേഷൻ ഇതിനനുസരിച്ചിട്ട് എന്തായിരിക്കും വേജിലും എന്തുണ്ടാവും ഡിഫറെന്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന സബ് ടോപ്പിക്കുകൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കോമ്പോണൻസ് ഓഫ് വേജ് പഠിക്കുന്നുണ്ട്, ഡിറ്റർമിൻസ് ഓഫ് വേജ് ഡിഫറൻഷ്യൽസിന്റെ ഡിറ്റർമിൻസ്, അതുപോലെ തന്നെ ട്രഡീഷണൽ അപ്രോച്ച് റിലേറ്റഡ് ടു വേജ് ഡിഫറൻഷ്യൽസ്, വ്യൂസ് ഓഫ് മോഡേൺ എക്കണോമിക്സ്, ഫർദർ കാറ്റഗറൈസേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദ ഗ്രോത്ത് പാരഡോക്സ്, 4 types of differential, shrinking model and wage differential, turnover model and wage differential, the other job or employer heterogeneities അതൊക്കെ പഠിക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 12 സോഷ്യൽ സെക്യൂരിറ്റി. ഇതിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ സിക്നസ് ഉള്ള അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ സെക്യൂരിറ്റീസുകൾ നൽകുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് നോക്കിയേക്കാം. ഇവാലുവേഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി എന്താന്ന് പറയുന്നുണ്ട്. പിന്നെ നീഡ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി, പർപ്പസ് പറയുന്നുണ്ട്. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് ഇന്ത്യ, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഫോർ ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ്, പിന്നെ SEWA, സെവ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഇതിനെ കുറിച്ചും യൂണിറ്റ് 12 പറയുന്നത്. അതായത് എന്തൊക്കെയാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻഫോർമൽ വർക്കേഴ്സിനൊക്കെ നൽകുന്ന സെക്യൂരിറ്റികൾ, സോഷ്യൽ സെക്യൂരിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 12 പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 13 അത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ്. ഇതിൽ പറയുന്നത് ലീഗൽ റെസ്പോൺസസ് ടു വർക്ക് ആണ്. അതായത് ഇവിടെ പറയുന്ന വർക്ക് ചെയ്യുന്ന ആളുകളുടെ റൈറ്റ്സ് ആൻഡ് ഡിമാൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചില പോളിസീസുകൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയാ പോളിസി ആൻഡ് ലോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് 13 നമ്മൾ പഠിക്കുന്നത്. അതിൽ വരുന്ന കണ്ടന്റുകളാണ് ലീഗൽ ഫ്രെയിംവർക്ക്, അതുപോലെ സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്, ചൈൽഡ് ലേബർ, ബോണ്ടഡ് ലേബർ, സെക്സ് വർക്ക്, ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ജെൻഡർ സ്പെസിഫിക് ഫെസിലിറ്റീസ് അറ്റ് ദ വർക്ക് പ്ലേസ്, ജുഡീഷ്യൽ റെസ്പോൺസസ് ടു വുമൺ അറ്റ് വർക്ക്, ഒബ്സ്റ്റക്കിൾസ് ടു എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് വുമൺ ഫ്രണ്ട്ലി ലോസ് ആൻഡ് പോളിസീസ്. ഇങ്ങനത്തെ ലോസ് ആൻഡ് പോളിസീസ് ഒക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഓക്കെ, നമ്മൾ ഇപ്പൊ 13 യൂണിറ്റുകളെ കുറിച്ചും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ പറഞ്ഞത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമുക്ക് അപ്കമിങ് വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.